ഹലോ, ഇന്ന് നമ്മൾ നല്ല എരിവുള്ള കേരള സ്റ്റൈലിലുള്ള ഒരു മിക്സറാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏതാണ്ട് ഒരു 1/4 കപ്പോളം അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ അരിപ്പൊടി ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, കളറ് കാണും, എരിവ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കത് ചേർക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുവാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കണം. എൻ്റെ കയ്യിൽ കായം പൊടിയായിട്ടല്ല, ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ച് വെച്ച രീതിയിലാണ്. അതുകൊണ്ട് ആ കായം അലിയിച്ച വെള്ളമാണ് ഞാൻ ചേർത്തത്. കായപ്പൊടി ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത് എടുത്തു വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ആ മാറ്റി വെച്ച മാവിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്കതൊന്നൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. കട്ടയൊക്കെ ഉടച്ച് പതുക്കെ അതൊന്ന് കുറേശ്ശെ വെള്ളം ചേർത്ത് ഏതാണ്ടൊരു കുഴമ്പ് രൂപത്തിൽ, ഒത്തിരി അങ്ങ് ഫ്ലോ ആകരുത്, ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള മാവിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കതൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ രീതിയിൽ കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ കൂടി ശകലം ചേർക്കാം. നമ്മൾ ഏത് എണ്ണയിലാണോ ഇത് വറുക്കാൻ പോകുന്നത് ആ എണ്ണ തന്നെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിൽ ശകല എണ്ണ തൂത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് വെച്ചിട്ട് നമുക്കിനി എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്കിതൊന്ന് കോരി ഒഴിച്ച് വറുത്തെടുക്കണം. കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ഈ സ്റ്റേജ്. നമ്മൾ ആ എണ്ണയുടെ ചൂട് കൊണ്ട് കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. അത് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ ഈ ഒരു സമയത്ത്. ഞാനിതാ ടെക്നോസ് മാമിലെ മമ്മിയൊക്കെ കുട്ടികളും കൂടി ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് അന്ന് തൊട്ടൊരു ആഗ്രഹമായിരുന്നു ഇത് ചെയ്യണമെന്നേ. ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സ്റ്റേജിൽ നല്ല പാടാണ്. കൈ ഭയങ്കരമായിട്ട് പൊള്ളി പോകുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് കുറച്ച് പൊക്കിയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കണം. അത് വളരെ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. കറുത്തു പോകരുത്, കരിഞ്ഞു പോകരുത്. സൂക്ഷിച്ച് നോക്കി തിരിച്ചു മറിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് കോരിയെടുക്കണം. അങ്ങനെ പല തവണയായിട്ടിട്ട് നമ്മളതിങ്ങനെ കോരിയെടുത്ത് ഇനി അതൊന്ന് പൊടിച്ച് വെക്കാം. കൈവച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ഒരു ഹോൾസ് ഉള്ള തവിയുടെ മുകളിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ബൂന്തി ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ആ ഒരു തവി ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ആ സ്പൂണിലെടുത്തിട്ട് കോരി ഒഴിക്കുമായിരുന്നു ചെയ്തത്. കുഴപ്പമില്ല, അത്രയ്ക്ക് അങ്ങ് ഷേപ്പ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഈ രീതിയിൽ കിട്ടും. ചിലതൊക്കെ ഇത്തിരി വലുതായി പോയി എന്നേ ഉള്ളൂ. അല്ലാതെ ഹോളുള്ള ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കിട്ടും ഒരേപോലെ. അങ്ങനെ നമ്മളിത് മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം വറുത്തതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഇപ്പോൾ എടുത്ത് ആ ബൂന്തിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നമ്മളിങ്ങനെ പയ്യെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി അഥവാ നിലക്കടല കൂടി വറുത്ത് ചേർക്കണം. അതും നമ്മളിങ്ങനെ എടുത്തിട്ട് ആവശ്യത്തിനുള്ളത്, ഞാനിവിടെ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്, ആ എണ്ണയിലേക്ക് തന്നെ ചേർത്തിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അന്ന് ടെക്നോസ് മാമ ഒക്കെ ആണെങ്കിൽ പൊട്ടുകടലയൊക്കെ ഇട്ടായിരുന്നു. എൻ്റെ കയ്യിൽ പൊട്ടുകടല ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ കപ്പലണ്ടി മാത്രമാണ് ഇതിൽ വറുത്തിടുന്നത്. അവർ ചെയ്യുന്ന കണ്ടപ്പോൾ നല്ലൊരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ ആ കപ്പലണ്ടി മുഴുവൻ എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതും ആദ്യം കറിവേപ്പിലയും കൂടി ചേർത്തു. അതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉണക്കമുളകും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
അതിനു മുമ്പ് ഇതിന് എരിവൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ശകലം മുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂവാം. അതുപോലെ ഉപ്പും കുറച്ച് കുറവായിരിക്കും, കാരണം നമ്മൾ കടലയൊക്കെ ഇട്ടപ്പോൾ അതിന് ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ശകലം ഉപ്പ് കൂടി അതിലേക്ക് ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവുള്ള കേരള സ്റ്റൈൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു.